അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ കണ്ടെത്താനുള്ള ദൗത്യം തുടങ്ങുകയാണ്. ഈ ആനയുടെ മസ്തകത്തിൽ ഏറ്റ പരിക്ക് അതീവ ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ ഈ ആനയെ പിടികൂടി വിദഗ്ധ ചികിത്സ നൽകേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ വനംവകുപ്പ് RRT സംഘവും അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഈ സ്ഥലത്തുണ്ട്. ആനയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ ആനയെ ലൊക്കേറ്റ് ചെയ്ത് മയക്കുവെടി വെച്ച് കൂട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ ദൗത്യസംഘം വളരെ നിർണായകമായ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യത്തിന് തന്നെയാണ് ഇന്ന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. കാരണം ഈ ആന എവിടെ, ഈ ആനയെ മയക്കുവെടി വെക്കുക എന്നുള്ളത് ഏറെ സങ്കീർണമാണ്. കാരണം ഈ ആനയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമാണ്. ആന ദിവസം കഴിയും തോറും ക്ഷീണിച്ചു വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടിരുന്നത്. ഇപ്പോൾ കുങ്കി ആനകളും സ്ഥലത്തുണ്ട്. 3 കുങ്കി ആനകളാണ് സ്ഥലത്തുള്ളത്. ഡോക്ടർ അരുൺ സഖറിയുടെ സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതിരപ്പള്ളിയിൽ ഏറെ നിർണായകമായ ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ കണ്ടെത്തി മയക്കുവെടി വെച്ച് വിദഗ്ധ ചികിത്സ നൽകേണ്ടതുണ്ട്. ഇപ്പോൾ കുങ്കി ആനകൾ പുഴയിലിറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 കുങ്കി ആനകളാണ് ഉള്ളത്. നേരത്തെ രാവിലെ ആനയുടെ സാന്നിധ്യം, പല ആനകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഏതാണ് പരിക്കേറ്റ ആന എന്ന് കണ്ടെത്തേണ്ടത് ഏറെ ശ്രമകരമായ ഒന്നായിരുന്നു. ഇപ്പോൾ എന്തായാലും നേരം വെളുത്ത ഒരു സാഹചര്യത്തിൽ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നൊരു അനുമാനത്തിൽ തന്നെയാണ് ദൗത്യസംഘമുള്ളത്. വളരെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു ദൗത്യം തന്നെയാണ് ഇത്. കാരണം ആനയുടെ പരിക്ക്, അതേപോലെ ആന നിൽക്കുന്ന സ്ഥലം എന്നിവ, ആ ടെറൈൻ എന്നിവ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഈ മയക്കുവെടി ഏൽക്കുമ്പോൾ ആന അതിനോട് എങ്ങനെ പ്രതികരിക്കും, ആന ഓടുകയോ മറ്റോ ചെയ്താൽ പുഴയുടെ സമീപമാണ് എങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഗുരുതരമാക്കുമെന്നുള്ളതാണ്. എന്തായാലും ദൗത്യസംഘം വളരെ നിർണായകമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കുങ്കി ആനകൾ ഇപ്പോൾ ഈ പുഴയിലുണ്ട്. അരുൺ സഖറിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ദൗത്യം നടക്കുന്നത്. ആനയുടെ ആരോഗ്യനിലയിലാണ് ഏറെ ആശങ്കയുള്ളത്. കാരണം ഈ പരിക്ക് അതീവ ഗുരുതരമാണ്. കാരണം ഓരോ ദിവസവും ഈ പരിക്ക്, ഈ വ്രണം വലുതായി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടിരുന്നത്. കാരണം ഇതിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നു, അതേപോലെ പുഴു അരിക്കുന്നു എന്നുള്ളതൊക്കെ നാട്ടുകാർ പറഞ്ഞിരുന്നു. ഈ ആന പല സമയത്ത് ജനവാസ മേഖലയിൽ എത്തിയിരുന്നു, ഈ എണ്ണപ്പന തോട്ടത്തിൽ എത്തിയിരുന്നു. അപ്പോൾ നിലവിൽ ആന ഇവിടെ എന്നുള്ള ഒരു കണ്ടെത്തലിലാണ് ദൗത്യസംഘം ഇപ്പോഴുള്ളത്. ആനയെ മയക്കുവെടി വെക്കുന്ന നടപടികൾ അല്പസമയത്തിനകം തന്നെ തുടരും. അരുൺ സഖറിയ അടങ്ങുന്ന സംഘം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കുങ്കി ആനകളെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനയുടെ മസ്തകത്തിനേറ്റ പരിക്ക് ഏറെ സങ്കീർണമാണ്. വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഇപ്പോൾ എവിടെയാണ് ഈ ഒരു പരിശോധന നടക്കുന്നത്? ആനയെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നത്. കുങ്കി ആനകൾ സ്ഥലത്തുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരം? ഈ എണ്ണപ്പനത്തോട്ടത്തിന്റെ ഭാഗങ്ങളിലാണ് ആനയെ കണ്ടതായി സംശയിക്കുന്നത്. അവിടെയാണ് RRT സംഘവും അതോടൊപ്പം തന്നെ വനംവകുപ്പും പരിശോധന നടത്തുന്നത്. ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ആനകളുടെ ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഈ ആനയെ, മുറിവേറ്റിയ ആനയെ കണ്ടെത്തുക എന്നുള്ള ദൗത്യം ദുഷ്കരമാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ മുറിവേറ്റ ആനയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്ത് നടക്കുന്നത്. പ്രധാനമായും വാഴച്ചാൽ 14, അതായത് ഇപ്പൊ എണ്ണപ്പനത്തോട്ടത്തിന്റെ സമീപമുള്ള പ്രദേശങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചതുപ്പ് പ്രദേശങ്ങളിൽ ആനയെ കണ്ടിരുന്നു. അതിനുശേഷം പിന്നീട് ആന എങ്ങോട്ട് പോയി എന്ന് സംബന്ധിച്ച കാര്യങ്ങൾ, അതായത് ഇന്നലെ രാത്രിയോട് വനംവകുപ്പിന്റെ റഡാർ ഭേദിച്ചുകൊണ്ട് ആന പുറത്തേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ എന്നാൽ നിലവിൽ ആന ഇപ്പോൾ എവിടെയാണെന്നുള്ള കണ്ടെത്താനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോകുൽ, നമുക്കറിയാം ഏറെ ശ്രമകരമാണ് ഈ ഒരു ദൗത്യം എന്നുള്ളത്. കാരണം ആനയെ ആദ്യം ലൊക്കേറ്റ് ചെയ്യുക, അതേപോലെ ആന നിൽക്കുന്ന സ്ഥലം മയക്കുവെടി വെക്കുമ്പോൾ പ്രതികൂലമായി ബാധിക്കുമോ, ഇതൊക്കെ ദൗത്യസംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. തീർച്ചയായും, അതായത് ഈ ആനയുടെ ടെറൈൻ കൃത്യമായി തന്നെ പ്ലാന്റേഷന്റെ ഭാഗത്തേക്ക് ആന എത്തിയാൽ മാത്രമേ അതിനെ വെടിവെക്കാൻ കഴിയൂ, മയക്കുവെടി വെക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. കാരണം അല്ലാത്ത പക്ഷം, അനുകൂലമായ ടെറൈൻ അല്ലാത്ത പക്ഷം ഈ ദൗത്യം വൈകുകയാണെങ്കിൽ അതും ഇതിന് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ്. ചൂട് കൂടുന്ന ഒരു കാലാവസ്ഥയാണ്.
ചൂട് കൂടുന്നതിന് മുൻപ് ആനയെ മയക്കുവെടി വെക്കേണ്ടത് ആവശ്യമാണ്. അത്തരത്തിലുള്ള നിരവധി വെല്ലുവിളികളും സാഹചര്യങ്ങളും ഈ ദൗത്യത്തിനുണ്ട് എന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണേണ്ട ഒരു വസ്തുത. കാരണം ഈ ദൗത്യം ഒരു തവണ ആനയെ മയക്കുവെടി വെച്ചിട്ട് ഏതാനും ദിവസങ്ങളെ ആകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തുടരെ അത്തരത്തിൽ മയക്കുവെടി വെക്കുന്നത് ആനയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന വിഷയമാണ്. അത്തരത്തിൽ നിരവധി വെല്ലുവിളികളുണ്ട്. അപ്പോൾ ഇതിനെ പിടികൂട്ടി ചികിത്സിക്കുക എന്നുള്ളത് വനം വകുപ്പിന് മുന്നിലുള്ള ഒരു വലിയ ഒരു ശ്രമം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതിനെ മയക്കുവെടി വയ്ക്കുമ്പോഴുള്ള അതിന്റെ റിസ്കുകളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ആനയുടെ പരിഗണിക്കേണ്ടി വരും. അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ വനം വകുപ്പിന് ഈ ആനയെ പിടികൂടാൻ കഴിയുകയുള്ളൂ. ഈ എണ്ണപ്പനത്തോട്ടത്തിന്റെ ഭാഗങ്ങളിൽ ആന ഉണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് വനം വകുപ്പ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് RRT സംഘത്തിന്റെ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഈ മേഖലയിൽ എവിടെയോ ആനയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും വനം വകുപ്പ് കരുതുന്നത്. ഈ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടാണോ ഈ ദൗത്യസംഘമുള്ളത്? ഏഴാറ്റുമുഖം എണ്ണപ്പന തോട്ടത്തിന് സമീപമാണോ ഈ ദൗത്യസംഘം ഇപ്പോഴുള്ളത്? അവർ നിലയുറപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? അതായത് പ്രധാനമായും ദൗത്യ സംഘത്തിന്റെ ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് അത് പ്ലാന്റേഷനുള്ളിലെ ഒരു അംഗനവാടിയാണ്. ആ പ്രദേശത്താണ് പ്രധാനപ്പെട്ട DFO അടക്കമുള്ളവരുള്ളത്. അവിടെ നിന്നാണ് ഇതിന്റെ ഒരു ഏകീകരണം നടക്കുന്നത്. പിന്നീട് വിവിധ ടീമുകളായി തിരിഞ്ഞുകൊണ്ട് തന്നെ എണ്ണപ്പന പ്ലാന്റേഷൻ അങ്ങനെയുള്ള നിരവധി മേഖലകളിൽ ചതുപ്പ് നിലങ്ങൾ, അതായത് ഇതിനിടയിൽ ഈ പ്ലാന്റേഷനിടയിൽ ഒരു ചതുപ്പ് നിലമുണ്ട്. ആ പ്രദേശം, പുഴയ്ക്ക് സമീപമുള്ള ഭാഗങ്ങൾ, ഇവിടെയൊക്കെ തന്നെ വ്യാപകമായ RRT സംഘം പരിശോധന നടത്തുന്നുണ്ട്. അത് ആ പരിശോധനയും സമാന്തരമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഇതിനെ ഏകീകരിക്കുന്നത് ഈ പ്ലാന്റേഷനുള്ളിലെ അംഗനവാടിയിൽ നിന്നാണ്. ഗോകുൽ, ഈ ഒരു ആനയെ കണ്ടെത്തുക എന്നുള്ളത് ഈ ഒരു സമയം വളരെ നിർണായകമല്ലേ? കാരണം ആന മാറി നിൽക്കുന്ന അത്രയും സമയം സങ്കീർണതകൾ കൂടുകയാണ്. വെയിലായി കഴിഞ്ഞാൽ ഈ മയക്കുവെടി വെക്കുന്നതിനുള്ള സങ്കീർണതകൾ ഏറെയാണ്. അപ്പോൾ ഈ ആനയെ കണ്ടെത്തുക എന്നുള്ളത് ഇപ്പോൾ ദൗത്യസംഘത്തിന് മുന്നിലുള്ള ഒരു പ്രധാന വെല്ലുവിളിയായിരുന്നു. കഴിഞ്ഞ ദിവസം അരുൺ സക്കറി ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഏർലി മോർണിംഗ് ആണ് ഈ ദൗത്യത്തിന് ഏറെ പറ്റിയ സമയം എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും ആനയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് ഒരു കാൽക്കുലേഷൻ തെറ്റിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം വളരെ പെട്ടെന്ന് തന്നെ ആനയെ കണ്ടെത്തുക എന്നുള്ളത് ഒരു ഈ ദൗത്യത്തിന്റെ വിജയത്തിന് അതീവ നിർണായകമായ ഒരു ഘടകമാണ്. കാരണം വൈകും തോറും ഈ ദൗത്യം ഇന്ന് ദുഷ്കരമായി മാറുന്ന ഒരു സാഹചര്യം വരും. കാരണം എത്രയും പെട്ടെന്ന് ആനയെ കണ്ടെത്തേണ്ട ആവശ്യകതയുണ്ട്. എങ്കിൽ മാത്രമേ ഏകദേശം ഒരു 9 മണിക്ക് മുൻപെങ്കിലും ആനയെ കണ്ടെത്തിയാൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു 9 മണി ആകുമ്പോഴേക്കും വലിയ ചൂടുള്ള ഒരു അവസ്ഥ വരും. അപ്പോഴൊക്കെ ഈ ദൗത്യം പിന്നീട് വൈകും തോറും ദുഷ്കരമായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും അതിരാവിലെ തന്നെ ആനയെ കണ്ടെത്തുക, ഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഘടകം. അതുണ്ടെങ്കിൽ മാത്രമേ ഈ ദൗത്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അരുൺ സക്കറി അടക്കമുള്ളവർ ഇന്നലെ പറഞ്ഞതും അത് തന്നെയാണ്. ശരി ഗോകുൽ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഈ ആനയുടെ മുറിവ് സാരമുള്ളതാണ്. ഇത് സമയം കഴിയും തോറും, അതായത് ആനയുടെ ആരോഗ്യസ്ഥിതി നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്, ആന വളരെ ക്ഷീണിതനാണ്. അപ്പോൾ ഇതിനോടകം തന്നെ ഈ ആന നേരത്തെയൊക്കെ ഈ ആന ജനവാസ മേഖലയിലടക്കം തീറ്റയെടുക്കാനും ഒക്കെ വന്നിരുന്നു. അത് ഈ സമയങ്ങളിലൊക്കെ തന്നെയായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഈ ആനയ്ക്ക് ഇപ്പോഴും ആനയെ കണ്ടെത്താൻ കഴിയാത്തത്, ഈ ആന എത്താത്തത് ഏറെ സങ്കീർണതകൾ ഉണ്ടാക്കുന്നില്ലേ? ഈ വനം വകുപ്പിന്റെ റഡാറിൽ നേരത്തെ ഒരു ആനയെ കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഈ ആനയാണോ? അപ്പോൾ ഈ ദൗത്യ സംഘത്തിന്റെ ഇനിയുള്ള നീക്കം എന്തായിരിക്കും? അതായത് നമ്മൾ തന്നെ നേരത്തെ RRT സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംഘം കുറച്ച് ആനകൾ പുഴ മുറിച്ച് കിടക്കുന്ന കാര്യങ്ങൾ കണ്ടിരുന്നു. പക്ഷെ അത് 3 ആനകളാണ് ഉണ്ടായിരുന്നത്. ആ 3 ആനകളും ഈ 3 ആനകളിൽ ഒന്നുപോലും ഈ മുറിവേറ്റ ആനയല്ല. ആ ആനയെ കണ്ടെത്താൻ അപ്പോഴും കഴിഞ്ഞിട്ടില്ല. പിന്നീട് പ്ലാന്റേഷന്റെ തന്നെ മറ്റൊരു ഭാഗത്ത് ആനയുണ്ടെന്ന് എന്നുള്ള സംശയത്തെ തുടർന്ന് അവിടെ നിരീക്ഷണം നടത്തി വരികയാണ്. ആ പ്രദേശത്ത് ആനയുണ്ട് എന്നുള്ള സൂചനയാണ് ലഭ്യമാകുന്നത്. ശരി ഗോകുൽ, എന്തായാലും ആനയെ കണ്ടെത്താനുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ആനയെ കൃത്യസമയത്ത് കണ്ടെത്തിയാൽ മാത്രമേ ഈ ദൗത്യം വിജയിക്കാൻ ഒരു പ്രധാന ഘടകം അതാണ്. കാരണം ആനയുടെ പരിക്ക് സാരമുള്ളതാണ്. ഈ ആന എവിടെ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത്. വനംവകുപ്പ് RRT സംഘവും ആനയെ നിരീക്ഷിക്കുകയാണ്. ആന എവിടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്.